ഞവര അരി കൊണ്ട് നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും ഈ ഒരു അരി കൊണ്ട് നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാനിത് 1 കപ്പ് ഞവര അരി ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പകുതി നമ്മൾ ഉഴുന്ന് പരിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് കുതിർത്ത് വെച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അരിയും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരി അരക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു കയ്യിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അരി അരക്കുമ്പോൾ നമ്മൾ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. അരിയും നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ചിട്ട് ഒരു 7-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുന്നത് പോലെ ഇതൊരു 8 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ രാവിലത്തേക്ക് നമ്മളെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് വീണ്ടും നല്ലപോലെ പൊങ്ങി കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം. 1/4 കപ്പ് തേങ്ങയിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അതുപോലെ തന്നെ നല്ല പുളിയുള്ള മോരാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി വെള്ളവും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. നമ്മളിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസാവുന്നില്ല കേട്ടോ. ഇത് കുറച്ച് കട്ടയായിട്ടുള്ള ചട്നിയാണ്. അതുപോലെ തന്നെ കുറച്ച് നല്ല പുളിയുള്ള മോര നമ്മൾ ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും മോരും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിനനുസരിച്ചിട്ട് ഇങ്ങക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നി ആട്ടോ ഇത്. പുളിയുള്ളൊരു ചട്നിയാണ്, അതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ ഇഡ്ഡലി തയ്യാറാക്കുന്ന പോലെ തന്നെ കേട്ടോ നമ്മൾ വെള്ളം ചൂടാവാൻ വെച്ചിട്ട് ഇഡ്ഡലി തട്ട് മേലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ തട്ടൊന്ന് ചൂടാൻ ശേഷം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ വരട്ടിയിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നമ്മൾ വെക്കണം. എന്നാൽ മാത്രമേ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ തട്ടും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ചൂടാൻ ശേഷം മാത്രം നമ്മൾ മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി നല്ലപോലെ തന്നെ റെഡിയായി കിട്ടും. എൻ്റെ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാം. അതുപോലെ തന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് വിടിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞവര അരി വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്